പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ആശാനികേതൻ ട്യൂട്ടോറിയൽ നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ക്ലാസ്സാണ് ഞാൻ എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായ ഭാഗമാണ് ഞാൻ എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ പാഠഭാഗം നിങ്ങൾ വായിച്ച് കാണുമല്ലോ. ഒന്നാം യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമാണ് ഞാൻ എടുത്തത്. ഒന്നാമത്തെ പാഠത്തിൻ്റെ പേര് ദ റേസ് എന്നാണ്, ഓട്ട മത്സരം. കുട്ടികൾ പുസ്തകം എടുത്തുകൊണ്ട് ഈ ക്ലാസ് ശ്രദ്ധിക്കാൻ ഇരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പ്രകാരം പറയുകയാണ്. നോട്ട് ബുക്കും പേനയും കൂടി എടുത്തു വെച്ചേക്കണം. ആവശ്യമുള്ള ന്യൂ വേർഡ്സ്, അതിൻ്റെ മീനിങ്സ്, ഓപ്പോസിറ്റ് ഇതൊക്കെ നിങ്ങൾ എഴുതിയെടുക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ആ പാഠഭാഗം ഞാൻ ഒന്ന് ആവർത്തിച്ചുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, ശ്രദ്ധിക്കുക. തരുൺ വാസ് എ മീഡിയോക്കർ സ്റ്റുഡൻറ്റ്. ഞാൻ സിമ്പിളായിട്ട് പറയാം. തരുൺ വാസ് ആൻ ആവറേജ് സ്റ്റുഡൻറ്റ്. തരുൺ ഒരു ശരാശരി വിദ്യാർത്ഥി ആയിരുന്നു. ഹിസ് ഗ്രേഡ്സ് കുഡ് ബെയർലി സാറ്റിസ്ഫൈ ഹിസ് പേരൻസ്. അവൻ്റെ ഗ്രേഡുകളാകട്ടെ, അവൻ്റെ സ്കൂളിലെ പഠന നിലവാരമാകട്ടെ ഒരിക്കലും അവൻ്റെ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തിയിരുന്നില്ല. ആൻഡ് ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ, ഡാൻസർ, പെയിൻറ്റർ ഓർ ഈവൻ ആൻ ആക്ടർ. പഠനത്തിൽ അവൻ അല്പം പിന്നിലായിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഗായകൻ എന്ന രൂപത്തിലായാലും, നർത്തകൻ എന്ന രൂപത്തിലായാലും, ചിത്രകാരൻ എന്ന രൂപത്തിലായാലും, അഭിനേതാവ് എന്ന രൂപത്തിലായാലും അവൻ നല്ല നിലവാരമുള്ളവനായിരുന്നില്ല. He always thought of himself as the black sheep of the family. ഇങ്ങനെയുള്ള ആ അവസ്ഥ അവനെ കൊണ്ട് എന്ത് ചിന്തിപ്പിച്ചു? അവൻ്റെ ഫാമിലിയിലെ ദ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാൽ ബാക്കി കൂട്ടത്തിലുള്ള ആരുടെയും കൂടെ പെടാൻ കഴിയാത്തവൻ, ഒരുപക്ഷെ കുടുംബത്തിലെ മോശമായ അവസ്ഥയിൽപ്പെട്ടവൻ, കൂട്ടത്തിൽ പെടാൻ കഴിയാത്തവൻ. ബ്ലാക്ക് ഷീപ്പ് കൊണ്ട് അർത്ഥമാക്കേണ്ടതാണ്. അങ്ങനെ അവനെ കരുതി. His elder brother, who was pursuing a degree in engineering from a reputed college, always made the family prouder. അവൻ ഇങ്ങനെയായിരുന്നെങ്കിൽ അവൻ്റെ മൂത്ത സഹോദരനാകട്ടെ pursuing a degree in engineering. He was an engineering student and he was studying in a reputed or a famous college. അവൻ പഠിച്ചിരുന്നതൊരു പ്രശസ്തമായ കോളേജിലും ആയിരുന്നു. അവൻ്റെ ആ പഠനം, അവൻ പഠിച്ച ആ രീതി, അവൻ്റെ ആ ഉപരിപഠനം, ഹയർ സ്റ്റഡി എന്തു ചെയ്തു? മെയ്ഡ് ദ ഫാമിലി പ്രൗഡ്. ആ കുടുംബത്തിനാകമാനം പ്രൗഡ്, അഭിമാനം ആയിരുന്നു. ബട്ട് തരുൺ വാസ് നെവർ ഗുഡ് അറ്റ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. തരുണാകട്ടെ അങ്ങനെ ഒരു തരത്തിലും നെവർ ഗുഡ്, നല്ല നിലയിൽ ആയിരുന്നില്ല. പഠിക്കാനാകട്ടെ, മറ്റേതെങ്കിലും നമ്മൾ നാട്ടിൽ പറയാറുള്ളത് പോലെ എക്സ്ട്രാ കരിക്കുലർ ആയ കാര്യമാകട്ടെ, ഒന്നിലും അവൻ മിടുക്കനായിരുന്നില്ല. പോരെങ്കിൽ ഹി ആൾവേസ് തോട്ട് അബൌട്ട് ഹിംസെൽഫ് ആസ് ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. അവൻ തൻ്റെ കുടുംബത്തിൽ മറ്റുള്ളവരോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്തവൻ, കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാത്തവനെന്ന ചിന്തയിലും ആയിരുന്നു. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. ബാക്കി ഭാഗം പ്രിയ കുട്ടികൾ ശ്രദ്ധിക്കണം. However, he was blessed with the strength of a great athlete. He was an excellent runner. നമ്മൾ നേരത്തെ പറഞ്ഞു, he was a mediocre student at studying and he was not good at singing, dancing, acting and painting. എന്നിരുന്നാലും he
വാസ് ബ്ലസ്ഡ് വിത്ത് ദ സ്ട്രെങ്ത് ഓഫ് എ ഗ്രേറ്റ് അത്ലറ്റ്. അവനിൽ ഒരു കഴിവുമില്ല എന്ന് നമ്മൾ പറയുന്നത് തെറ്റാണ്. ഹി വാസ് ബ്ലസ്ഡ് വിത്ത്, അവൻ ബ്ലെസ്സിങ് ഉള്ളവനായിരുന്നു, അവൻ അനുഗ്രഹമുള്ളവനായിരുന്നു. ഏത് കാര്യത്തിലാണ്? ഇൻ അത്ലറ്റിക് ഫീൽഡ്, കായിക രംഗത്ത്. അതായത് ഹി വാസ് ദ സ്ട്രെങ്ത് ഓഫ് എ ഗ്രേറ്റ് അത്ലറ്റ്, അവൻ നല്ലൊരു കായിക അഭ്യാസിയായിരുന്നു. ഹി വാസ് ആൻ എക്സലൻ്റ് റണ്ണർ, അവൻ്റെ ആ കഴിവ് അത്ലറ്റിൽ ഏത് രംഗമായിരുന്നു എന്ന് ചോദിച്ചാൽ റണ്ണിങ്ങിൽ ആയിരുന്നു, ഓട്ടത്തിൽ. ഹി വാസ് ആൻ എക്സലൻ്റ് റണ്ണർ, അവൻ സമർത്ഥനായ കഴിവുറ്റ ഒരു ഓട്ടക്കാരൻ ആയിരുന്നു. അപ്പോൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ എങ്ങനെയാണ് ഓട്ടത്തിൽ സമർത്ഥൻ എന്നിവിടെ പറയാൻ കാരണം നമുക്ക് നോക്കാം. ഹി വുഡ് റൺ 4 hours, അവൻ ഈ സമയത്ത് മത്സരങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല. പിന്നെന്താണ് അവൻ സമർത്ഥനായ ഓട്ടക്കാരൻ എന്ന് പറയാൻ കാരണം? ഹി വുഡ് റൺ 4 hours, അവൻ റൺ 4 hours. അവേഴ്സ് അർത്ഥം HOURS, അവേഴ്സ് അർത്ഥം മണിക്കൂർ. അവൻ മണിക്കൂറുകൾ വുഡ് റൺ ഓടുമായിരുന്നു. ബീറ്റ് ഡേ ഓർ നൈറ്റ്, അതിന് സമയക്രമം ഉണ്ടായിരുന്നില്ല. ബീറ്റ് ഡേ, ഡേയ്ക്ക് ദിവസവും എന്നർത്ഥമുണ്ട്. ഡേ ഓർ നൈറ്റ് വന്നാൽ ആ ഡേയ്ക്ക് പകലെന്നർത്ഥമുണ്ട്, പകലെന്നാണ് അർത്ഥം. അപ്പോൾ ഡേ ഓർ നൈറ്റ് മീൻസ് രാപകൽ വ്യത്യാസമില്ലാതെ ഓടണമെന്ന് വെച്ചാൽ അവൻ നല്ല രീതിയിൽ ഓടുമായിരുന്നു. വെന്നെവർ ഹീ ഫെൽറ്റ് സാഡ് ആൻഡ് ലോൺലി, എങ്കിൽ അവൻ ഓടുവാൻ തിരഞ്ഞെടുത്തിരുന്ന സന്ദർഭം ഏതാണ്? വെന്നെവർ ഹീ ഫെൽറ്റ് സാഡ് ആൻഡ് ലോൺലി, അതിനവൻ അവസരങ്ങൾ കണ്ടിരുന്നു. ഒരുപക്ഷെ സന്തോഷകരമായ ഒരു അവസരത്തിൽ അവൻ ഓട്ടത്തിന് മുതിരുമായിരുന്നില്ല. അവനിലുണ്ടായ സാഡ്നെസ്സിനെയും ലോൺലിനെസ്സിനെയും, സാഡ്നെസ് ദുഃഖം, ലോൺലിനെസ് ഏകാന്തത, ഇതിൽ രണ്ടിൽ നിന്നും അവൻ എന്താണ് മോചിതനാകാൻ വേണ്ടി, അതിൽ നിന്നും റിലീസ് ആകാൻ വേണ്ടിയാണ് അവൻ ഓട്ടത്തെ തിരഞ്ഞെടുത്തിരുന്നത്. അതാ വെന്നെവർ ഹീ ഫെൽറ്റ് സാഡ് ആൻഡ് ലോൺലി, എപ്പോഴൊക്കെ അവൻ ദുഃഖിതനാകുന്നുവോ, അവൻ ഏകനാകുന്നുവോ, ഹീ എക്സോസ്റ്റഡ് ഹിംസെൽഫ് ബൈ റണ്ണിങ്, ആ സമയത്ത് അവൻ സ്വീകരിച്ച മാർഗം എന്താണ്? റണ്ണിങ്. ആ റണ്ണിങ് എന്ന് പറഞ്ഞാൽ, ഓട്ടമെന്ന് പറഞ്ഞാൽ അല്പനേരം ഓടി അവൻ നിർത്തുകയായിരുന്നില്ല. പിന്നെയോ എക്സോസ്റ്റഡ് ഹിംസെൽഫ് ബൈ റണ്ണിങ്, അവൻ റൺ വിത്ത് എക്സോഷൻ, എന്താ? അവൻ ഓടി ക്ഷീണിതനാകുമായിരുന്നു. ഓർ ഹീ വുഡ് സ്റ്റോപ്പ് ഹിസ് റണ്ണിങ് വെൻ ഹീ കംപ്ലീറ്റ്ലി ബിക്കം ടയേർഡ്, അവൻ പൂർണ്ണമായും ടയേർഡ്, ക്ഷീണിതനാകുമ്പോൾ മാത്രമേ അവൻ തൻ്റെ ഓട്ടം നിർത്തുമായിരുന്നുള്ളൂ. അപ്പോൾ അവൻ ഓടാൻ തിരഞ്ഞെടുത്ത സന്ദർഭങ്ങൾ രണ്ടാണ്. ഒന്ന് വെന്നെവർ ഹീ ഫെൽറ്റ് സാഡ് ആൻഡ് വെന്നെവർ ഹീ ഫെൽറ്റ് ലോൺലി. ഈ രണ്ട് സന്ദർഭങ്ങൾ, ആ രണ്ട് സന്ദർഭങ്ങൾ അവനിപ്പം ഏകാന്തനാണെന്ന് തോന്നിയാൽ, ദുഃഖിതനാണെന്ന് തോന്നിയാൽ അവൻ ഓട്ടം തുടങ്ങുമായിരുന്നു. ആ ഓട്ടം അവൻ ദീർഘനേരം ഓടി അവൻ പരിക്ഷീണനാകുമ്പോൾ, ടയേർഡാകുമ്പോൾ, ക്ഷീണിതനാകുമ്പോൾ അവൻ ഓട്ടം നിർത്തും. അപ്പോൾ അവനെ അതുവരെ ശല്യം ചെയ്തിരുന്ന ഏകാന്തതയാണോ ദുഃഖമാണോ, അതിൽ നിന്നും അവൻ്റെ മനസ്സ് റിലീസ് ആകുമായിരുന്നു, മോചനം കിട്ടുമായിരുന്നു. Thus releasing all his pent-up emotions. കണ്ടോ, അങ്ങനെ ഓട്ടത്തിലൂടെ he was releasing or he released, അവൻ സ്വതന്ത്രമാക്കിയിരുന്നു, അതിൽ നിന്നും അവൻ മോചിതനായിരുന്നു. എന്തിൽ നിന്നും? all his pent-up emotions, അവനിൽ പെൻഡപ്പ് ചെയ്യപ്പെട്ട ഇമോഷൻസ്. ഇമോഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾക്കറിയാം വികാരം എന്നാണ്. എങ്ങനെയുള്ള വികാരമാണ്? പെൻഡപ്പ്. ആ പെൻഡപ്പിൻ്റെ കറക്റ്റ് മീനിങ് അറിയണമെങ്കിൽ കുട്ടികളെ നിങ്ങൾ നമ്മുടെ ഗ്ലോസറിയിലെ 39ാമത്തെ പേജിൽ നോക്കുക. പെൻഡപ്പ്. പെൻഡപ്പിൻ്റെ അർത്ഥം ഫീലിംഗ് ആൻഡ് ഇമോഷൻസ് ദാറ്റ് കനോട്ട് ബി എക്സ്പ്രസ്ഡ്. എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഫീലിംഗ് ആൻഡ് ഇമോഷൻ. എന്താ?
വികാരങ്ങൾ, ചിന്തകൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പെൻഡപ്പ് ഇമോഷൻസ് നമുക്ക് മലയാളാർത്ഥം അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ. ആ ദുഃഖം എന്ന അടിച്ചമർത്തപ്പെട്ട വികാരം, അല്ലെങ്കിൽ ഏകാന്തത എന്ന അടിച്ചമർത്തപ്പെട്ട ആ വികാരം, അതിൽ നിന്നും അവൻ റിലീസാകാൻ കണ്ടെത്തിയിരുന്ന മാർഗമാണ് റണ്ണിങ്, ഓട്ടം. അറ്റ് ടൈംസ് ഹീ വുഡ് മിസ് ഹിസ് സ്കൂൾ ബസ്. ചില അവസരങ്ങളിൽ അവന് സ്കൂൾ ബസ് നഷ്ടപ്പെടുമായിരുന്നു. അവൻ സ്കൂളിലേക്ക് പോയിരുന്നത് സ്കൂൾ ബസ്സിലായിരുന്നു. അപ്പോൾ ഈ കഥ നടക്കുന്നത് എന്നാണെന്ന് നമുക്കറിയാം. നമുക്കൊക്കെ ഏറെ നാളുകൾക്ക് മുമ്പാണ്. അവൻ്റെ വീടും സ്കൂളുമായിട്ടുള്ള അകലം വളരെയധികമായിരുന്നു, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന സുഖം വെച്ച് നോക്കിയാൽ. അതുകൊണ്ട് അവൻ സ്കൂളിലേക്ക് പോകുവാൻ കണ്ടെത്തിയിരുന്ന മാർഗം സ്കൂൾ ബസ് ആയിരുന്നു. നമുക്കായാലും ചില സന്ദർഭങ്ങളിൽ ലേറ്റായിട്ട് ഇറങ്ങാൻ കഴിയും. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ അറ്റ് ടൈംസ് ഹി വുഡ് മിസ് ദ സ്കൂൾ ബസ് ആൻഡ് വുഡ് ദെൻ റൺ ടു സ്കൂൾ. നമ്മൾക്ക് അങ്ങനെ ഒരു ദിവസം സ്കൂൾ ബസ് നഷ്ടമായാൽ ഒരുപക്ഷെ നമ്മളെന്തായിരിക്കും ചെയ്യുക? കുട്ടികളെ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? അന്നത്തെ ദിവസം സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടി അതൊരു കാരണമായി കാണും. എന്നാൽ നമ്മുടെ തരുണാകട്ടെ, സ്കൂൾ ബസ് കിട്ടിയില്ല എങ്കിലും അവൻ എന്ത് ചെയ്യുമായിരുന്നു? വുഡ് ദെൻ റൺ ടു സ്കൂൾ. അവൻ തൻ്റെ സ്കൂളിലേക്ക് വുഡ് റൺ, ഓടി എത്തുമായിരുന്നു. അപ്പോൾ ഓട്ടത്തിനോട് അവൻ നൽകിയിരുന്ന ആ ശ്രദ്ധ, കരുതൽ അവന് അങ്ങനെ ഗുണകരവും ആയിരുന്നു. വിച്ച് വാസ് 5 miles away from the home. ഞാൻ നേരത്തെ പറഞ്ഞു സ്കൂളും വീടുമായിട്ടുള്ള അകലം 5 miles ആണ്. അപ്പോൾ അവൻ ചില രാവിലകളിൽ സ്കൂളിലേക്ക് പോകുവാൻ, അന്ന് സ്കൂൾ ബസ്സുള്ള സാഹചര്യത്തിൽ നമുക്ക് സ്കൂൾ യൂണിഫോം ഉണ്ടെന്ന് വിചാരിക്കാം, അതുമൊക്കെ ഇട്ട് സ്കൂൾ ബാഗുമൊക്കെ ആയിട്ട് അവൻ സ്കൂളിലേക്ക് 5 മൈൽ, ഇന്നത്തെ അവസ്ഥ പറഞ്ഞാൽ കുട്ടികളെ 8 കിലോമീറ്റർ അവൻ ഓടിപ്പോകുമായിരുന്നു. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അധികമായ ദൂരം. ഹി ജസ്റ്റ് ഹാഡ് വൺ ഡ്രീം. എന്താണ് ഇങ്ങനെ ഓടാനുള്ള കാരണം? ബിക്കോസ് ഹി ഹാഡ് വൺ ഡ്രീം ഇൻ ഹിസ് മൈൻഡ്. ഹി ഹാസ് വൺ ഹോപ്പ് ഇൻ ഹിസ് മൈൻഡ്. അവൻ്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, അവൻ്റെ മനസ്സിലൊരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നം എന്തായിരുന്നു? ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. എന്താണ്? ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ്. നിങ്ങൾക്കറിയാം, ഫാസ്റ്റ് വേഗതയുള്ള, അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഫാസ്റ്റസ്റ്റ്. ദാറ്റ് മീൻസ് ഏറ്റവും വേഗതയുള്ള റണ്ണർ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ഓട്ടക്കാരനാകണം എന്ന നല്ലൊരു സ്വപ്നം അവന് ഉണ്ടായിരുന്നു. നിങ്ങളോടും ഞാൻ പറയുകയാണ്, നിങ്ങളും വലിയ സ്വപ്നത്തിൻ്റെ ഉടമകളാവുക. വലിയ സ്വപ്നങ്ങൾ നമ്മൾ വെച്ചു പുലർത്തിയാൽ നമുക്ക് നല്ലൊരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയും. ഒരു സ്വപ്നങ്ങളും ഒരു ആഗ്രഹങ്ങളും നമുക്കില്ലാതായാൽ നമുക്ക് നമ്മുടെ ജീവിതം ഒരുപക്ഷെ എന്തായി മാറുമെന്ന് അപ്പോഴേ അറിയാൻ കഴിയും. അങ്ങനെ എവനെ മുന്നോട്ടേക്ക് ഇങ്ങനെ സ്കൂളിലേക്ക് പോലും 8 കിലോമീറ്റർ അല്ലെങ്കിൽ 5 മൈൽ ഓടിച്ച് വിടുവാൻ പ്രേരിപ്പിച്ചിരുന്ന കാര്യം അവൻ്റെ മനസ്സിൽ അവൻ താലോലിച്ച് വെച്ചിരുന്ന ആ ഒരു കിനാവാണ്. ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. വൺ ഡേ, ഒരു ദിവസം ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേഗതയേറിയ ഓട്ടക്കാരനാവുക. Karim did not know how to achieve his dream. Even though he had such a dream, he did not know how to achieve his aim. അവൻ്റെ ആ ലക്ഷ്യം എങ്ങനെ അച്ചീവ് ചെയ്യാം, എങ്ങനെ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ച് he did not have any idea. അവന് യാതൊരു ആശയവും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവനിതൊരു വൻ കിനാവ് ഉണ്ടായിരുന്നു. ലോകത്തിലെ ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ, ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരനാവുക. On the one hand, his parents hated his running and wanted him to concentrate more on his studies, which he never did. അവനിലുള്ള വികാരം, അവനിലുള്ള സ്വപ്നം ഇങ്ങനെ ഓടുവാനായിരുന്നു എങ്കിൽ
ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരനാകാനായിരുന്നു എങ്കിൽ ഓൺ ദ അതർ ഹാൻഡ്, നേരെ മറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിസ് പേരൻസ് ഹേറ്റഡ് ദിസ്, ഇതിനെ അവൻ്റെ പേരൻസ് വെറുത്തു. ഹേറ്റ് ചെയ്തു, വെറുത്തു, വെറുക്കുക. ഹേറ്റിൻ്റെ ഓപ്പോസിറ്റ് ലവ്, LOVE. കാര്യം എന്താ? ആൻഡ് ദേ വാണ്ടഡ് ഹിം ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ ഹിസ് സ്റ്റഡീസ്. അവർ നമ്മുടെ നാട്ടിലെ ചൊല്ലുപോലെ ഈ വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന ആശയത്തിൻ്റെ പിന്മുറക്കാരായിരുന്നിരിക്കണം. ഓട്ടത്തിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പഠനത്തിൽ വീണ്ടും വഷളാകുമെന്ന് കരുതിയിട്ടാകാം ഓട്ടത്തെ അവർ നിരുത്സാഹപ്പെടുത്താനാവുക നോക്കി. എന്നിട്ട് അതിനും കൂടി കോൺസെൻട്രേറ്റ് ഹിസ് അറ്റൻഷൻ ഓൺ ഹിസ് സ്റ്റഡീസ്, അവൻ്റെ കോൺസെൻട്രേഷൻ, ശ്രദ്ധ മുഴുവനും എന്ത് ചെയ്യുക? അവൻ്റെ ശ്രദ്ധ മുഴുവനും, അവൻ്റെ ചിന്ത മുഴുവനും കോൺസെൻട്രേറ്റ് ടു സ്റ്റഡീസ്, പഠനത്തിലേക്ക് കേന്ദ്രീകരിക്കുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിരുന്നു അവരുടെ ആഗ്രഹം. കോൺസെൻട്രേറ്റ് ചെയ്യുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതാകട്ടെ ഹീ നെവർ ഡിഡ്, അവനൊരിക്കലും അത് ചെയ്തിരുന്നുമില്ല. എന്ത്? അവൻ്റെ പേരൻസിൻ്റെ ആഗ്രഹം. പേരൻസിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? സ്റ്റോപ്പ് റണ്ണിങ് ആൻഡ് ടു കോൺസെൻട്രേറ്റ് ടു സ്റ്റഡി. ഓട്ടം നിർത്തുക, എന്നിട്ട് സ്റ്റഡീസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് ഹി വാസ് നോട്ട് റെഡി ടു ഒബേ. അവൻ്റെ പേരൻസിൻ്റെ ആശയത്തെ അനുസരിക്കാൻ അവൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. On the other hand, he belonged to a middle class family and Tarun knew that to achieve his dream he needed an intensive training, the amount for which was well beyond his family reach. ഈ കുടുംബത്തെ നമുക്കൊന്ന് നോക്കാം. മൂത്ത സഹോദരൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്. ആ കുടുംബത്തിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം. ഹി ബിലോങ്ഡ് ടു എ മിഡിൽ ക്ലാസ് ഫാമിലി. അവനൊരു സമ്പന്ന കുടുംബത്തിൽപ്പെട്ടവനായിരുന്നില്ല. ഹി ബിലോങ്ഡ്, അവൻ ഉൾപ്പെട്ടിരുന്നത് എ മിഡിൽ ക്ലാസ് ഫാമിലി, ഒരിടത്തരം കുടുംബം. ആൻഡ് ഹി ന്യൂ ദാറ്റ് ടു അച്ചീവ് ഹിസ് ഡ്രീം, ഒരെങ്കിൽ അവന് വ്യക്തമായി അറിയാം. അവൻ കൊച്ചുകുട്ടിയായിരുന്നെങ്കിൽ കൂടിയും അവന് വ്യക്തമായ ധാരണയുണ്ട്. എന്ത്? ടു അച്ചീവ് ഹിസ് ഡ്രീം, അവൻ ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്, അതാണ് അവൻ്റെ ഡ്രീം. അങ്ങനെ ആകുവാൻ ഹി നീഡഡ് ആൻ ഇൻറ്റൻസീവ് ട്രെയിനിങ്. അവന് ഇൻറ്റൻസീവായ ട്രെയിനിങ് ആവശ്യമാണ്. എന്താ ഇൻറ്റൻസീവായ ട്രെയിനിങ്? ശക്തമായ പരിശീലനം, തീവ്രതയേറിയ പരിശീലനം. അതും എങ്ങനെയുള്ള പരിശീലനമാണ്? സ്കൂൾ ബസ് കിട്ടിയില്ലെങ്കിൽ സ്കൂളിലെ കോടിയോ ദേഷ്യമോ അല്ലെങ്കിൽ ഏകാന്തതയോ ഉണ്ടാകുമ്പോൾ ഓടിയോ അല്ല, നല്ല ഒരു ട്രെയിനറുടെ കീഴിൽ, നല്ല ഒരു അത്ലറ്റിൻ്റെ കീഴിൽ, കഴിവുറ്റ അത്ലറ്റിൻ്റെ കീഴിലുള്ള ട്രെയിനിങ്. അങ്ങനെ ചെയ്യണമെങ്കിൽ ദ എമൗണ്ട് ഫോർ വിച്ച് വാസ് വെൽ ബിയോണ്ട് ഹിസ് ഫാമിലീസ് മീൻസ്, അതിന് ചിലവാകുന്ന കാശ് ഏറെയാണ്. ആ ട്രെയിനിങ് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം, അതിനുള്ള വസ്ത്രങ്ങൾ വേണം, അതിന് തിരഞ്ഞെടുക്കുന്ന ഓട്ടമത്സരത്തിനുള്ള സ്ഥലങ്ങൾക്ക് വേറെ പ്രത്യേകതയുണ്ട്. ട്രെയിൻ ചെയ്യുന്ന അധ്യാപകർക്ക് നല്ല രീതിയിൽ ശമ്പളം കൊടുക്കണം, പൈസ കൊടുക്കണം. അതിന് ഒക്കെ കാശ് കണ്ടെത്താൻ ഹിസ് ഫാമിലി വാസ് വെൽ ബിയോണ്ട് ഇറ്റ്. ദ ഇൻകം ഓഫ് ഹിസ് ഫാമിലി വാസ് വെരി പുവർ. ആ കുടുംബത്തിൻ്റെ ഇൻകം, സാമ്പത്തിക വരുമാനം വളരെ പിറകിലും ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞു. ഞാൻ ഒന്നുകൂടി പറയട്ടെ. അവൻ മേളിൽ പറഞ്ഞ പ്രകാരം പഠനത്തിലോ നൃത്തത്തിലോ പാട്ടിലോ ചിത്രരചനയിലോ അഭിനയരംഗത്തോ സമർത്ഥനല്ലായിരുന്നെങ്കിലും അവൻ നല്ലൊരു കായികാഭ്യാസിയായിരുന്നു, സമർത്ഥനായ ഒരു ഓട്ടക്കാരനായിരുന്നു. അവനാകട്ടെ രാപകലേന്യെ മണിക്കൂറുകൾ ഓടുവാൻ
കഴിവുള്ളവനായിരുന്നു. എപ്പോഴവൻ ദുഃഖിതനാകുന്നുവോ ഏകാന്തനാകുന്നുവോ അതിൽ നിന്നും മോചിതനാകുവാൻ അവൻ കണ്ടെത്തിയിരുന്ന മാർഗം ഓട്ടമാണ്. ഓടി ഓടി തളർന്ന് ആ തളർച്ചയിലൂടെ അവൻ്റെ മനസ്സിൽ പെൻഡപ്പ് ചെയ്യപ്പെട്ട ഇമോഷൻസിന് അടിച്ചമർത്തിരിക്കുന്ന വികാരങ്ങൾ സ്വതന്ത്രമാക്കുവാൻ ആഗ്രഹിച്ചവനായിരുന്നു. ചില അവസരങ്ങളിൽ അവൻ്റെ സ്കൂളും വിദ്യാലയവും തമ്മിലുള്ള അകലം 5 മൈലുകളായിരുന്നു, അല്ലെങ്കിൽ 8 കിലോമീറ്ററുകൾ. അവൻ സ്കൂളിലേക്ക് പോകാൻ കണ്ടെത്തിയിരുന്ന മാർഗം സ്കൂൾ ബസ്സും ആയിരുന്നു. ചില അവസരങ്ങളിൽ ബസ് കിട്ടാതെ വരുമ്പോൾ അവൻ എന്തു ചെയ്യുമായിരുന്നു? യാതൊരു കൂസലും കൂടാതെ അത്രയും ദൂരം ഓടി അവൻ സ്കൂളിലേക്ക് എത്തുമായിരുന്നു. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കാരണം ഹി ഹാഡ് എ ഗുഡ് ഡ്രീം. അവൻ്റെ മനസ്സിൽ അവന് ഗുഡ് ഡ്രീം, നല്ലൊരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നം ചെറിയ സ്വപ്നമല്ല. ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്, ലോകത്തിലെ അതിസമർത്ഥനായ ഓട്ടക്കാരനാവുക. കാരണം അല്ലയോ, അങ്ങനെ ആഗ്രഹിച്ചെങ്കിൽ തന്നെയും ഇതെങ്ങനെ നേടിയെടുക്കും എന്ന് അവന് അറിവും ഇല്ലായിരുന്നു. ഒരെങ്കിൽ അവൻ്റെ മാതാപിതാക്കളാകട്ടെ അവൻ്റെ ഓട്ടത്തെ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. They wanted him to concentrate all his attention to study. അവൻ്റെ മാതാപിതാക്കൾ അവനോട് ആവശ്യപ്പെട്ടിരുന്ന കാര്യം എന്താണ്? അവൻ്റെ മുഴുവൻ ശ്രദ്ധയും പഠന കാര്യത്തിലേക്ക് കേന്ദ്രീകരിക്കാനാണ്. അവനാകട്ടെ അതൊരിക്കലും ആഗ്രഹിച്ചിരുന്നുമില്ല. ഈ കുടുംബത്തെ നമുക്ക് കാണാം. ആ കുടുംബമാകട്ടെ എ മിഡിൽ ക്ലാസ് ഫാമിലി, ഒരു ഇടത്തരം കുടുംബമായിരുന്നു. തരുണ് വ്യക്തമായിട്ടറിയാം, ട്രെയിനിങ്ങിന് നല്ല ഓട്ടക്കാരനാകണമെങ്കിൽ നല്ല ട്രെയിനിങ് വേണം. ആ ട്രെയിനിങ്ങിന് ദ എമൗണ്ട് ഫോർ വിച്ച് വാസ് വെൽ ബിയോണ്ട് ഹിസ് ഫാമിലീസ് റീച്ച്, അവൻ്റെ കുടുംബത്തിന് എത്തിച്ചേരാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ഒരു സാമ്പത്തികമുണ്ടെങ്കിലേ അത് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ എന്നും അവനറിയാമായിരുന്നു. അടുത്ത പാരഗ്രാഫ്, 3rd പാരഗ്രാഫ്. When Tarun failed in his terminal examinations, അങ്ങനെ ഇരിക്കവേ അവൻ്റെ ടെർമിനൽ എക്സാമിനേഷൻ നടന്നു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴോ ഹിസ് ഫാദർ വാസ് വെരി ആംഗ്രി വിത്ത് ഹിം. അവൻ്റെ അച്ഛൻ അവനോട് കോപാകുലനായി, ആംഗ്രിയായി. എന്താ ആംഗ്രി ആകാൻ കാരണം? ബിക്കോസ് ഹി ഫെയിൽഡ് ഇൻ സം സബ്ജക്ട്സ്. അവൻ ചില വിഷയങ്ങളിൽ ഫെയിൽഡ്, പരാജിതനായി. അല്ലെങ്കിൽ ഹി കുഡിൻറ്റ് പാസ് ആൾ ഹിസ് സബ്ജക്ട്സ്. എല്ലാ വിഷയങ്ങൾക്കും അവന് വിജയിക്കാൻ കഴിഞ്ഞില്ല. ചില വിഷയങ്ങളിൽ അവൻ തോറ്റുപോയി. ദാറ്റ് മെയ്ഡ് ഹിസ് ഫാദർ വെരി ആംഗ്രി. അതവൻ്റെ പിതാവിനെ ഏറെ കോപാകുലനാക്കി. ഹിസ് ഫ്രണ്ട്സ് ടു മെയ്ഡ് ഫൺ ഓഫ് ഹിം ഓർ ഫൺ ടു ഹിം. ഈ അവസരത്തിൽ അവൻ്റെ ഫ്രണ്ട്സും അവനെ മെയ്ഡ് ഫൺ, അവനെ ആക്ഷേപിച്ചു, അവനെ കളിയാക്കി. ഒരുപക്ഷെ കൂട്ടുകാരൊക്കെ എല്ലാ വിഷയങ്ങൾക്കും ജയിച്ചു കാണും. യവൻ തോറ്റപ്പോൾ ഈ ഓട്ടഭ്രാന്തിനോട് ഒരുപക്ഷെ അനിഷ്ടം ഉള്ള കുട്ടികളാകാം. അവർ മെയ്ഡ് ഫൺ ഓഫ് ഹിം, കളിയാക്കി. നീ കടന്ന് ഓടിക്കോടെ, നിനക്ക് പരീക്ഷയ്ക്ക് ജയിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു കാണും. ഇറ്റ് വാസ് എ ഡേ ഹി വാണ്ടഡ് ടു വൈപ്പ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി ആൻഡ് സോ ഹി ടുക്ക് ഇറ്റ് ടു റണ്ണിങ്. അവന് ആ ഒരു ദിനം, ഒരുപക്ഷെ ഇത്തരം ഒരു ദിവസം അവൻ്റെ ജീവിതത്തിൽ ഇന്നുവരെയും ഉണ്ടായി കാണുകയില്ല. അന്നുണ്ടായ ആ സംഭവം, അവൻ്റെ പിതാവ് അവനോട് ദേഷ്യപ്പെട്ടതുമായ ആ സംഭവം, അതെല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ അവൻ വിചാരിച്ചു ടു വൈപ്പ് ഔട്ട് ദാറ്റ് ഡേ ഫ്രം ഹിസ് മെമ്മറി. ടു വൈപ്പ്, തുടച്ചു കളയണം, മായ്ച്ചു കളയണം. ദാറ്റ് ഡേ ഫ്രം ഹിസ് മെമ്മറി, ആ ദിനത്തെ അവൻ്റെ മെമ്മറിയിൽ നിന്നും, ഓർമ്മയിൽ നിന്നും. അതിന് അവൻ ചെയ്ത മാർഗം എന്താണ്? നമുക്ക് നേരത്തെ അറിയാം. whenever he become sad and lonely, he would run for hours. ഇവിടെയും അവൻ took to running, ഓടാൻ തുടങ്ങി. അപ്പോൾ കാര്യം മനസ്സിലാക്കുക. ടെർമിനൽ എക്സാമിനേഷൻ ഫലം വന്നപ്പോൾ അവൻ ചില വിഷയങ്ങൾക്ക് തോറ്റു. നേരത്തെ തന്നെ ഈ ഓട്ടത്തിൽ താല്പര്യം കാണിക്കുന്നതിൻ്റെ പേരിൽ അവൻ്റെ പിതാവ് അവനോട് കാണിച്ചിരുന്ന ആ ദേഷ്യമാകട്ടെ ഇപ്പോൾ വലിയ രീതിയിൽ ദേഷ്യമായി മാറി.
പിതാവിൻ്റെ ദേഷ്യം കൂടിയപ്പോൾ അവൻ അതുണ്ടാക്കിയ ആ വിഷമത്തെ അവൻ്റെ മനസ്സിൽ നിന്നും മായ്ച്ച് കളയാൻ, ആ ഒരു ദിനത്തെ അവൻ മായ്ക്കാൻ തീരുമാനിച്ചു. ഓടാൻ തുടങ്ങിക്കൊണ്ട് അതിനെന്തിനും അവൻ കാണുന്ന മാർഗം ഓട്ടമാണല്ലോ. ഓടിത്തന്നെ ആ ദിവസത്തെ തൻ്റെ ചിന്തയിൽ നിന്നും മാറ്റുവാൻ അവൻ ചിന്തിച്ചു. ഹി റാൻ ഓൾ റൗണ്ട് ദ പാർക്ക്. ഇപ്പോൾ അവൻ നേരെ ഓടാൻ പോയത് എവിടേക്കാണ്? പാർക്കിൽ. ഒരുപക്ഷെ അവൻ ചില അവസരങ്ങളിൽ ഓടാൻ പോകുന്ന ആ പാർക്കിൽ അവൻ ഓടുവാൻ പോയി. വിഷമവും ഏകാന്തതയും ഉണ്ടാകുമ്പോൾ അവൻ ഓടാൻ പോയിരുന്നത് ആ പാർക്കിലായിരുന്നു. അന്നും അവൻ ആ പാർക്കിലേക്ക് ഓടാൻ പോയി. ഞാൻ വീണ്ടും പറയുകയാണ്, whenever he felt sad and lonely, he would take it to run. അവൻ ഓടുക പതിവായിരുന്നു. അവൻ ഇന്നും താണ്ടെ ഓടുന്നു. He ran all around the park. അവൻ അങ്ങനെ ആ പാർക്കിന് ചുറ്റാകെ ഓടുന്നു. പാർക്കിൻ്റെ 4 ഓരങ്ങൾ ചേർന്ന് അവൻ അങ്ങനെ ഓടുന്നു. The sun beat down to check his rage. ഈ സമയത്ത് ഏകദേശം നല്ല വെയിലുള്ള സമയമാണ്. ആ കത്തിക്കാളുന്ന സൂര്യനാകട്ടെ അവൻ്റെ റേജിനെ, അവൻ്റെ ദേഷ്യത്തെ ബീറ്റ് ഡൗൺ, അത് അവൻ അടിച്ചമർത്താൻ നോക്കി. ആ ശക്തമായ വെയിൽ അവനെ ശക്തമായ പ്രഹരം ഏൽപ്പിച്ചു. ബട്ട് നത്തിങ് കുഡ് സ്റ്റോപ്പ് തരും. എത്ര വെയിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ആ ദേഷ്യത്തെ ശമിപ്പിക്കുവാൻ ആ വെയിലിനായില്ല. നത്തിങ് കുഡ് സ്റ്റോപ്പ് തരുൺ ഫ്രം റണ്ണിങ്. ഒന്നും തന്നെ തരുണിനെ ഓട്ടത്തിൽ നിന്നും തടയുകയും ചെയ്തില്ല. അവൻ ഓടുകയാണ് ആ പാർക്കിന് ചുറ്റാകെ. ആഫ്റ്റർ അബൌട്ട് ആൻ അവർ, ആ ഓട്ടം ഏകദേശം ആൻ അവർ, 1 മണിക്കൂർ തുടർന്നു. ഹി വാസ് ഫുള്ളി എക്സോസ്റ്റഡ്. 1 മണിക്കൂറായപ്പോഴേക്കും അവൻ ഫുള്ളി എക്സോസ്റ്റഡ്, അവൻ പൂർണ്ണമായും പരിക്ഷീണനായി. നമുക്ക് നേരത്തെ അറിയാം, whenever he felt sad and lonely, he would defeat it by running and become exhausted. അവൻ ഓടി തളരുമ്പോഴാണ് അവൻ്റെ ദുഃഖത്തെയായാലും ആ ഏകാന്തതയായാലും അവൻ പരാജയപ്പെടുത്തുന്നത്. ഇപ്പോൾ നോക്ക്, ഏകദേശം 1 മണിക്കൂറായപ്പോഴേക്കും അവൻ എന്താണ്? ഫുള്ളി എക്സോസ്റ്റഡ്, പരിപൂർണമായിട്ടും പരിക്ഷീണനായി. അപ്പോൾ ഏകദേശം അവൻ്റെ ആ വിഷമം, ആ ദുഃഖം അവൻ്റെ മനസ്സിൽ നിന്നും കുറച്ച് കാണണം. ആൻഡ് ഹിസ് ഫ്യൂറി ഹാവിങ് സബ്സൈഡഡ്. അവൻ്റെ ആ ഫ്യൂറി മീൻസ് ആംഗ്രി, ദേഷ്യമാകട്ടെ. ഹാവിങ് സബ്സൈഡഡ് മീൻസ് റെഡ്യൂസ്ഡ്, കുറഞ്ഞു. അവൻ്റെ ആ ദേഷ്യം കുറച്ച് കുറയുകയും ചെയ്തു. ഹി ന്യൂ ഹിംസെൽഫ് ഓൺ എ ബെഞ്ച് ആൻഡ് സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഹെവിലി. എന്നിട്ട് ആ കിതപ്പിൻ്റെ, അവൻ്റെ ആ ക്ഷീണത്തിൻ്റെ ആധിക്യത്താൽ ഹി ത്രൂ ഹിംസെൽഫ്, അവൻ വല്ല വിധേനയും ചെന്ന് അവിടുത്തെ ആ കസേരയിലേക്ക് വീഴുകയായിരുന്നു. ആൻഡ് ഓൺ എ ബെഞ്ച്, അവിടെ പാർക്ക് ബെഞ്ചിലേക്ക് ചെന്ന് എടുത്തെറിയപ്പെടുകയായിരുന്നു. ആൻഡ് സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഹെവിലി. ആ പാർക്ക് ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് അവൻ സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഹെവിലി, അവനങ്ങോട്ട് പാൻറ്റിങ് ആരംഭിച്ചു. പാൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബ്രീത്ത് ഹെവിലി, ദാറ്റ് മീൻസ് കിതയ്ക്കുക. അവൻ അതിഭയങ്കരമായിട്ട് ഹെവിലി, ഭയങ്കരമായിട്ട് ആ 1 മണിക്കൂർ നേരം ഓടാനെടുത്ത ആ അവസരവും അതിഭയങ്കരമായ ചൂടും ആ മനസ്സിൻ്റെ അസ്വസ്ഥതയും എല്ലാം കൂടി അവന് നന്നേ കിതയ്ക്കാൻ ഇടയാക്കി. അങ്ങനെ കിതച്ചുകൊണ്ട് അവൻ ആ പാർക്കിൻ്റെ ബെഞ്ചിൽ ഇരിക്കുകയും ചെയ്തു. ആ പാരഗ്രാഫ് ഞാൻ ഒന്നുകൂടെ പറയട്ടെ. അങ്ങനെ ഇരിക്കവേ അവൻ്റെ ടെർമിനൽ എക്സാമിനേഷൻ കഴിഞ്ഞു. അവൻ പരീക്ഷയിൽ ചില വിഷയങ്ങൾക്ക് പരാജിതനായപ്പോൾ അവൻ്റെ അച്ഛൻ അവനോടുണ്ടായ ദേഷ്യത്തിന് കണക്കില്ലാതെയായി. പോരെങ്കിൽ അവൻ്റെ കൂട്ടുകാർ, ഒരുപക്ഷെ പഠിക്കുന്ന കൂട്ടുകാർ അവനെ കളിയാക്കുകയും കൂടി ചെയ്തപ്പോൾ അവനൊന്നാഗ്രഹിച്ചു ടു വൈപ്പ് ഔട്ട് ദാറ്റ് ഡേ ഫ്രം ഹിസ് മെമ്മറി. ആ ദിവസത്തെ അവൻ്റെ ഓർമ്മയിൽ നിന്നും തുടച്ചു മാറ്റുക. അതിനവൻ സ്വീകരിച്ച മാർഗം ചൂസ് ടു റൺ, ഓടുക എന്നുള്ളതായിരുന്നു. അവൻ നേരെ ഹി വെൻറ്റ് ടു ദ പാർക്ക് ആൻഡ് ഹി ബിഗാൻ ടു റൺ അറൗണ്ട് ദ പാർക്ക്. അവൻ ആ പാർക്കിലേക്ക് എത്തുകയും
അവൻ ആ പാർക്കിന് ചുറ്റും അങ്ങോട്ട് ഓടുകയും ചെയ്തു. ഈ സമയത്ത് അവൻ്റെ ആ കോപത്തെ പരീക്ഷിക്കുവാൻ ദ സൺ ബീറ്റ് ഡൗൺ. സൂര്യനാകട്ടെ ശരിക്കും കത്തിക്കാള് അവനിൽ പ്രഹരമേൽപ്പിക്കുകയും ചെയ്തു. എങ്കിൽ തന്നെയും അതിനൊന്നിനും അവൻ്റെ ആവേശത്തെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവസാനം ഏകദേശം 1 മണിക്കൂറായപ്പോൾ അവൻ പരിക്ഷീണനായി മാറി. അവൻ്റെ ആ കോപത്തെ നിന്നും അവൻ മോചിതനാവുകയും ചെയ്തു. അവൻ വല്ല വിധേനയും ആ പാർക്കിലെ ബെഞ്ചിലേക്ക് ചെന്ന് ഇരുന്ന് അവിടെ ഇരുന്നു കൊണ്ട് അവൻ അതിഭയങ്കരമായ മട്ടിൽ കിതയ്ക്കാനും തുടങ്ങി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഭാഗം പഠിക്കാം. കുട്ടികൾ ഞാൻ പഠിപ്പിച്ച 3 പാരഗ്രാഫുകളും നന്നേ വായിച്ചു നോക്കി അതിൻ്റെ ആശയം മനസ്സിലാക്കുക.